Hi friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സീ ഫുഡ് റെസിപ്പി ആയിട്ടാണ്. കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സീ ഫുഡ് എന്തെങ്കിലും ചെയ്യുമെന്ന്. ഒരു നല്ലൊരു ചെമ്മീൻ റോസ്റ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്കിന്ന് റെസിപ്പിയിലേക്ക് പോയാലോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഇടത്തരം വലുപ്പമുള്ള ഒരു 300 grams പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ, നാരങ്ങാ നീരും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നത് ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നെങ്കിലേ ഉള്ളൂ നമ്മൾ ഈ പുരട്ടിയിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ. നമുക്കിനി ഈ മാരിനേറ്റ് ചെയ്ത് ചെമ്മീൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. അത് നന്നായി ചൂടായിട്ട് ഇനി അതിനകത്തേക്ക് ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിതാ ഇതേപോലെ ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് ഇത്രയും നേരം ഇത് ഫ്രൈ ചെയ്തത്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇത് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു വശം നമ്മൾ ഏകദേശം ചെറിയ തീയിൽ തന്നെ ഒരു 5 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് കോരി മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ വറുത്ത് കോരി അതേ എണ്ണയിൽ തന്നെ ഒരു 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി അത് ചെറുതാക്കി മുറിച്ചതും, അതേപോലെ തന്നെ ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇത് രണ്ടിൻ്റെയും പച്ചപ്പ് പോകുന്നവരെ ഒരു 2 മിനിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണേ. ഇപ്പോൾ 2 മിനിറ്റ് നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു 10-25 ചെറിയ ഉള്ളി, കൊച്ചുള്ളി നന്നായി ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചതച്ചത്, അതും ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് അതിന് വേണ്ടുന്നതായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർക്കുകയാണ്. കൂട്ടത്തിൽ ഇച്ചിരി ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇടുകയാണേ. അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരം 2-3 മിനിറ്റ് ചെറിയ തീയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 2-3 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, അതായത് ചതച്ച ചുവന്ന മുളകും കൂടെ ഇടുവാണ്. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ അത് ആ ചതച്ച മുളകിൻ്റെ ആ പച്ചപ്പും കൂടെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇച്ചിരി നമ്മൾ പൊടികളും കൂടെ ചേർക്കാൻ പോവുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും ചെറിയ തീയിൽ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിത് അതുപോലെ 1-2 മിനിറ്റ് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ടൊമാറ്റോ ചേർക്കുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ ടാമറിൻ പേസ്റ്റ്, വാളംപുളിയുടെ പേസ്റ്റാണ്. ഓക്കെ, അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഇതൊന്നും കൂടി വഴറ്റണം. ഈ പ്രോൺസ് റോസ്റ്റിൻ്റെ ഒരു പ്രത്യേക രുചിയും ഈ ഒരു വാളംപുളി ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി അതിനകത്തേക്ക് ചെറിയൊരു ഗ്രേവി പോലെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം മെഷർമെൻറ്റ് കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം, അത് കുറച്ചായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്ത് എടുക്കുക. ഇപ്പോൾ ഇത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലുള്ളൊരു ഗ്രേവിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പ്രോൺസ് നമ്മൾ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായി ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മളിത് ചെറിയ തീയിൽ കുറച്ച് നേരം കൊണ്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. ഇനി ചിലവർ ഇതേമാതിരി തന്നെ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണ് ഷുഗറും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, വാളംപുളി ഇടുന്നതുകൊണ്ട്. പക്ഷേ ഞങ്ങളവിടെ അങ്ങനെ മധുരത്തിനോട് ഒന്നാമത് ചെമ്മീൻ തന്നെ ഒരു മധുരം പോലെ തോന്നാറുണ്ടല്ലോ, അതുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. പക്ഷെ ചിലവർ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഷുഗർ, പഞ്ചസാര ഇടാറുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ഇഷ്ടമുള്ളവർ അത് ഇടണമെങ്കിൽ ഇട്ട് അതിൽ ഉപയോഗിക്കാം. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ നമ്മളെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ചെമ്മീൻ കിട്ടി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യണേ. ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.